ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 8000 800120. എന്റെ പൊന്നെ കുറെ വൃത്തികെട്ടന്മാര്. എന്റെ പൊന്നെ, ഞാൻ കല്യാണത്തിന് ക്ഷീണം കാരണം ആ സെറ്റിയെ കിടന്ന് ഉറങ്ങുമായിരുന്നു. കുറെ വൃത്തികെട്ട പിള്ളേർ വന്ന് എന്റെ ദേഹത്ത് ചെസ് കളിച്ച്. എന്നാ പറയാൻ പറ്റുന്നു? ആ മോളെ ഇവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നേ. അത് മണ്ഡപത്തിലേക്ക് താലവും കൊണ്ട് ഇങ്ങനെ കളിച്ചിട്ട് കണ്ടിട്ടില്ലേ? ആണല്ലേ? ആ മനസ്സിലായി. ഈ സാധനം തന്നെ അവിടെ ഒന്ന് അടിക്കണം കേട്ടോ. കിടുക്കാച്ചി ആയിരിക്കും ഇതൊക്കെ. ഞാൻ ഇത്ര നേരം മാമനെ നോക്കണം. മാമൻ ഇവിടെ ഒന്നുമില്ല, എങ്ങോട്ട് പോയി? ആ അവനെ ഞാൻ പടിയടച്ച് പിണ്ടം വെച്ച് പ്ലേറ്റും കഴുകി വെച്ച്. എന്തിനാന്നോ? എടി ഇത്ര ആൾക്കാർ ഇവിടെ വന്ന് ഇരിക്കുവാണോ? നീ ഇവിടെ വന്ന് ഡാൻസ് കളിച്ചോ? പെണ്ണിന്റെ അച്ഛന്റെ കിഡ്നി അടിച്ചു പോയെന്ന് പറഞ്ഞ് അവൻ ബക്കറ്റ് പിരിവ് നിർത്തി. അവനെ ഞാൻ അടിച്ചിറക്കി വരണ്ട. അവനെ വൃത്തികെട്ടവനല്ലേ അവൻ. അല്ലെങ്കിൽ ഈ ദാസമാമന്റെ കാര്യം എങ്ങനെ? അങ്ങനെ എപ്പ വരും എപ്പ പോകുന്നൊന്നും പറയാൻ പറ്റൂലെന്ന്. അവിടെ കള്ള ഇതെന്താണ് ഇന്നലെ വരെ അറിയണ്ടായില്ല. അതൊന്നും പറയണ്ട. രാവിലെ വാക്കിങ്ങിന് ഇറങ്ങിയതാ. തലയിൽ വാക്കല്ലാത്ത ഒരു കാക്കത്തൂറി. സമ്മർ ജീപ്പിട്ട് ഒറ്റപ്പിടി ഇരിക്കട്ടെന്ന് ഞാനും. എങ്ങനെയുണ്ട്? സിനിമാനടന്മാരെ പോലില്ലേ ഉണ്ടല്ലേ? അയ്യോ, ഒരു കാര്യം ചെയ്. എന്റെ മോൾ ഇവിടെ നിന്ന് പുഴുക്കണ്ട. അച്ഛൻ നിന്ന് ഏകദേശം പുഴുത്തു. ഇനി മോളകത്ത് പോയിരുന്നോ? 10 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ ഓടാ കള്ളാന്നു. സാരമില്ല, പുതിയ ടീം ആയതുകൊണ്ടായിരിക്കും മറവിയൊക്കെ വരും. ആരാ ഈ അസ്ഥാനത്തൊരു ഫോൺ കോൾ? എന്റെ ബലമായ സംശയം കണ്ടന്റ് രജിസ്റ്റർ ചെയ്യാൻ വിളിക്കുന്നവൻ ആരെങ്കിലും ആയിരിക്കും. എന്നാ എടുത്തേക്ക്. ഹലോ ഹലോ, ആരാ? പാമ്പാടി രായനാണ്. അതിനാ നിന്നെ ആന പറ്റതാന്നോ? അങ്ങനെ പറഞ്ഞേ. അല്ല, മൃഗത്തിനിടേണ്ട പേരൊക്കെ നിനക്കിട്ടിരിക്കുന്നു. അയ്യോ അതല്ല, പിന്നെ പാമ്പാടിയിലുള്ള രാജനാന്ന്. അയ്യോ, പാമ്പാടിയിലുള്ള രാജ പറഞ്ഞേ. മുതലാളി, ഓ ഞാൻ ഈ പറയുന്ന കാര്യം ഒരു ഈച്ച പോലും അറിയില്ല. എന്റെ പൊന്ന് രാജ, ഞാൻ ആ ടീച്ചോട് പറയത്തില്ല. നീ ആ ടീച്ചോട് പറയാതിരുന്നാ മതി. ഒരു കുഴപ്പം വരത്തില്ല. നീ കാര്യം പറയടാ. മുതലാളി, ഓ നിങ്ങളുടെ മകൾ സുധിക്കുട്ടിയും നിങ്ങളുടെ ഡ്രൈവർ ഫെഡറിക്കും തമ്മിൽ ഇഷ്ടത്തിലാണ്. എന്ത്? It's a truth. I can't believe this. ആ മുതലാളി, ഓ പക്ഷെ ഈ അവസരത്തിൽ അതെനിക്ക് പറയാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. എന്തായാലും രാജ, നിനക്കത് പറഞ്ഞേ പറ്റത്തുള്ളൂ. അതിനാ മുതലാളി. ഇല്ല, അടുത്ത ഷെഡ്യൂൾ നീ വീട്ടിൽ ഇരിക്കും. മുതലാളി, അങ്ങനെയെങ്കിൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഫെഡറിക്ക് നിങ്ങളുടെ മുറ്റത്ത് എത്തുന്നതാണ്. ഓഹോ, ഈ ഇൻഫർമേഷൻ തന്നതിന് വളരെ നന്ദി. അവനെ ഞാൻ നേരിട്ടോളാം. 4 കെട്ട് തറവാട്ടിലെ സാബു മുതലാളിയുടെ മകളെ പ്രേമിക്കാനായിട്ട് പാവപ്പെട്ട വീട്ടിലെ ഒരു പട്ടി അവനിങ്ങ് വരട്ടെ. അവന്റെ കയ്യും കാലും ഞാൻ ഇന്ന് തല്ലി ഓടിക്കും. അയ്യോ, സോപ്പും പതാ. ഇതാണ് കല്യാണ വീട്ടിൽ പിള്ളേർ വന്ന വെള്ളം കുഴപ്പം. എന്റെ പൈപ്പിന്റെ അകത്ത് സോപ്പും പത കയറ്റി വെച്ച ആരത്? മുതലാളി, ആഹാ, എന്താടാ ഫെഡറിക്കേ? എന്റെ മകളെ അടിച്ചോണ്ട് പോകാൻ വന്നാണോടാ? പറയടാ ഫെഡറിക്കേ. പരിഹസിക്കരുത് മുതലാളി. ഈ ലോകം തന്നെ എനിക്ക് എതിരിരുന്നാലും നിങ്ങളുടെ മകൾ സുധിക്കുട്ടി എന്റെ ഈ കൈകളിൽ ഭദ്രമായിരിക്കും മുതലാളി. എന്റെ ഈ കൈകളിൽ ഭദ്രമായിരിക്കും. ഫെഡറിക്കേ, നീ മേടിച്ചോണ്ട് വന്നത് 180 രൂപയുടെ ഒരു കുറഞ്ഞ പൈന്റ്. അതും പോട്ടെന്ന് വെക്കാം. സാമാന്യം ഒരു ജഡ്ഡിയെങ്കിലും വാങ്ങിച്ചിട്ടൂടാ നിനക്ക്? ഇല്ല, ഇങ്ങനെ മുഴുവൻ കാലമായിട്ട് ഇവരുടെ മുന്നിൽ നാണം കിടന്ന് വരുവാടാ നിനക്ക്? അത് മുതലാളി പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ധൃതിയില്. എടാ, ഇങ്ങനെ ഒരു ഇലാസ്റ്റിക്കിന് പോലും വകയില്ലാത്ത നിനക്ക് ഞാൻ എന്റെ മോളെ എങ്ങനെ കെട്ടിച്ചു തരൂടാ? പറയടാ. ആക്ഷേപിക്കരുത് മുതലാളി. ആഹാ, ഈ വീട്ടിലെ ഉപ്പും ചോറ് തിന്ന് വളർന്നവരാണ് ഞാൻ. അതൊന്നും ഈ ഫെഡറിക്ക് മറന്നിട്ടില്ല. ഉപ്പിന്റെയും ചോറിന്റെയും കാര്യം മാത്രം നീ മറന്നില്ല. അതിന്റെ കൂടെ കഴിച്ച പൊരിച്ചമീന്റെയും മുട്ടയുടെയും കിഴങ്ങ് മരത്ത് കൊടുക്കുന്ന കാര്യം നീ അങ്ങ് മറന്നല്ലടാ. മുതലാളി, ഞാൻ ഒരു കാര്യം പറയാം. എന്നാ? ആഹാരത്തിന്റെ കാര്യത്തിൽ മാത്രം ഒരിക്കലും കണക്ക് പറയരുത്. ഓ, കണക്ക് പറയരുത് പോലും. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഡോബർമൻ പട്ടി ആത്മഹത്യ ചെയ്തതായിട്ട്? ഇല്ല. എന്നാ എന്റെ വീട്ടിൽ അത് സംഭവിച്ചിട്ടുണ്ട്. നീ അതുങ്ങളുടെ ഫുഡ് വരെ എടുത്ത് തിന്നിട്ട് ആത്മഹത്യ ചെയ്താ പുല്ലേ? അല്ല വിട്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, ഫെഡറിക്ക് ഈ രാജ്യം വിട്ട് തന്നെ നീ പൊക്കോ. അല്ലെങ്കിൽ നാളത്തെ സൂര്യോദയം കാണാൻ നീ ഉണ്ടാവില്ല. പൂച്ചാണ്ടി കാണിച്ച് പേടിപ്പിക്കലും മുതലാളി. എന്തൊക്കെ സംഭവിച്ചാലും ശ്രുതി ഇല്ലാതെ ഈ ഫെഡറിക്ക് ഇവിടുന്ന് പോകത്തില്ല. ഓഹോ, അപ്പൊ ശ്രുതി ഉണ്ടല്ലേ നീ പോകത്തുള്ളൂ? ശ്രുതി ഉണ്ടല്ലേ ഫെഡറിക്ക് ഇവിടുന്ന് പോകും. ഓക്കെ, ശ്രുതി പ്ലീസ്. ശ്രുതി
കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോടാ? ഓക്കെ ഓക്കെ. സ്വാമിനാഥ പരിപാലയ സുമാസാല മഞ്ജീശ ഗുരുകുല ദേവസേനാഥ സ്വാമിനാഥ പറഞ്ഞു പറ്റിക്കാൻ നോക്കുന്ന മുതലാളി ആരൊക്കെ എതിർത്താലും എന്തിന് എന്റെ സുതിക്കുട്ടിയുടെ അച്ഛനായ നിങ്ങൾ എതിർത്താലും ആരായാലും വെട്ടി വീഴ്ത്ത ഈ ഫെഡറിക്ക് എന്റെ മകളെ നിനക്ക് ഞാൻ കെട്ടിച്ചു തരില്ല മുതലാളി. അത് പറയേണ്ടത് മുതലാളിയല്ല, പിന്നെ മുതലാളി സുതിക്കുട്ടിയെ വിളിക്ക്, അവൾ പറയട്ടെ അതിനുള്ള ഉത്തരം. ശരി, ശ്രുതിക്കുട്ടിയെ വിളിക്കാം. നിങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞാൽ അപ്പൊ ഞാൻ നിന്നെ കാണിച്ചു തരാം. ശ്രുതിക്കുട്ടി, ഓ എന്താ ഇവിടെ വരൂ. എന്താ അച്ഛ വിളിച്ചത്? എന്താ മോളെ അവനെ കണ്ടപ്പോ കടൽക്കാക്ക മീമുള്ളു കൊണ്ടുപോകുന്ന കണക്കിൽ നിന്നത്? ഒന്നുമില്ല. അച്ഛൻ എന്താ വിളിച്ച? ഈ നിൽക്കുന്ന കൈതച്ചക്കെ നിനക്കറിയാവോ? നിനക്ക് പിന്നെ അറിയത്തില്ലേ? എന്റെ പൊന്നു മുതലാളി കഴിഞ്ഞ ആഴ്ച കപ്പലിന്റെ മുട്ടായി പഠിച്ചു കൊടുത്താ നിങ്ങളെ കണ്ട് പേടിച്ചിട്ട് പെങ്കുച്ചു പറഞ്ഞു ഫെഡറിക്ക് ഒന്ന് സമാധാനം. ഒരു കല്യാണ വീടാണ്. ഈ നിൽക്കുന്നവനല്ലടി നിനക്ക് വെള്ള പേപ്പറിൽ ഐ ലവ് യു എഴുതി തന്നത് ചോര. അല്ല, അത് രതീഷേട്ടായോ? അപ്പൊ നിന്റെ ബാഗിൽ ഒരു 30 ഡയറി മിൽക്കിന്റെ കവർ കണ്ടല്ലോ, അത് മേടിച്ചു തന്നവനല്ലടി? അത് വിനിഷേട്ടായി. വിനീഷേട്ടനോ? അപ്പൊ നിന്റെ ഓട്ടോഗ്രാഫിൽ MA മറന്നാലും BA മറന്നാലും എന്നെ മറക്കെന്ന് എഴുതിച്ചത് ഈ പൂച്ചാണ്ടി അല്ലടി? അത് ഷീച്ചേട്ടൻ. ചേട്ടനോ? മോനെ ഫെഡറിക്ക്, എന്തോ നീ 8ാം ക്ലാസ്സിലെ സയൻസ് പുസ്തകത്തിലെ പരിണാമ സിദ്ധാന്തത്തിന്റെ ഫോട്ടോ കണ്ടുണ്ടോ? കണ്ടുണ്ട്. അതിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു കുരങ്ങനെ നീ കണ്ടുണ്ടോ? കണ്ടുണ്ട്. ആ കുരങ്ങൻ ഇനി മുതൽ നീയാ. നിന്റെ പുറകെ ഒരുപാട് പേര് ഇനി വരാനുണ്ടാ. നിങ്ങളെ കണ്ട് പേടിച്ചിട്ട് പെങ്കുച്ചു കള്ളത്തരം പറഞ്ഞ ശരിക്കും ചോദിച്ചു നോക്കുക. ഇപ്പോഴത്തെ കാമുകൻ ഞാനാ. സത്യം പറ, ഇവനല്ലേ ഒരാളെ കിട്ടും? അതെ. അച്ഛനൊരു കാര്യം പറയാം. എന്താച്ചാ? അകം വേവുന്നത് പുറമറിയരുത് എന്നുവെച്ചാ ചെറുക്കനും കൂട്ടർ ഇപ്പൊ എവിടെ വന്ന എന്റെ കടവിടല് കണ്ടിച്ചിടും. അതുകൊണ്ട് നീ അവനെ പറഞ്ഞ് മനസ്സിലാക്കി. അച്ഛൻ പോയി ഒരു 10 അടിച്ചിട്ട് വരാം. കാരണവന്മാരൊക്കെ ആ മാവിന്റെ കൂട്ടിൽ ഒത്തുകൂടൂ. പ്ലീസ് കാം. അയ്യേ ചിണുങ്ങണ് വേണമെന്നല്ലേടോ. നീ എന്താണ് എന്റെ അവസ്ഥ ഒന്നും മനസ്സിലാക്കാത്തത്? എന്തവസ്ഥ? 24 മണിക്കൂറും അടിച്ച് നടക്കണ അച്ഛൻ, തലക്ക് വെളിവില്ലാതെ നടക്കണ എന്റെ അമ്മ, ഫുൾ ടൈം കാട്ടാകുസ്തിയുമായി നടക്കുന്ന ചേട്ടൻ. അവരൊക്കെ പറയുമ്പോ ഞാൻ എങ്ങനെയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ തല കുനിച്ചു കൊടുക്കാതിരിക്കുന്നത്? കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട. നീ വാർക്കപ്പണിക്ക് പോയി തുടങ്ങിയല്ലേ? വാർക്കപ്പണിക്കാ? നീ ഞാനും പ്രേമെന്ന് പറഞ്ഞിട്ട് എന്റെ ചേട്ടൻ നിന്നെ കൊണ്ട് എന്നെ കെട്ടിച്ചേരാന്ന് പറഞ്ഞാലേ ഏതാ ന്യൂ രാജസ്ഥാൻ മാർബിൾസ്? അവൻ നമ്മൾ രണ്ടുപേരെയും പ്രണയം അറിഞ്ഞിട്ട് എന്നെ വന്ന് കെട്ടിപ്പിടിച്ച്. നിനക്കറിയോ ആശുപത്രി പോയിട്ട് വേദനകാരം എക്സ്റേ എടുത്തപ്പോഴേക്കും പ്ലാസ്റ്റിക് കൊണ്ടത് പൊടിഞ്ഞു കിടക്കുന്ന പക്കാവട പോലെയാണ് എന്റെ എല്ലിരുന്നത്. അത് ഇഷ്ടം കൊണ്ട് കെട്ടിപ്പിടിച്ചായിരിക്കും. ഒരു മിനിറ്റ്. അയ്യോ, ടാങ് നിറഞ്ഞ വെള്ളം കൊണ്ട് ഇതെന്താ ഗുളുഗുളു ശബ്ദമൊക്കെ വന്നത്? അത് ഗുളുഗുളു ശബ്ദമല്ല, നാദസ്വരത്തിന്റെ ശബ്ദ. നാദസ്വരത്തിന് എന്താ ഈ ഒച്ച? അത് എന്റെ ശ്രുതിക്കുട്ടിക്ക് നാദസ്വരത്തിന്റെ ശബ്ദം ഇഷ്ടമില്ലാന്ന് വിചാരിച്ച് ഞാനതിൽ വെള്ളം കോരി ഒഴിച്ചു. എന്തൊരു കെയറിംഗ് ആടാ നിനക്ക്. നിന്നെ പൊന്നേന്നു വിളിച്ചൊരു നൂറുന്ന നീ അകന്നു പോയാൽ വൃഥായി ജന്മം. നിന്നെ പൊന്നേന്നു വിളിച്ചൊരു നൂറുന്ന എന്നാലും കാശുള്ള വീട്ടിലൊരു ചെറുക്കനെ കണ്ടെന്ന് പറഞ്ഞ് പാവപ്പെട്ട വീട്ടിൽ എന്നെ നീ ഉപേക്ഷിച്ചില്ലേ? നിന്റെ കൊടുക്കുന്ന പിശുക്കാണ് എല്ലാത്തിനും കാരണം. നീ ഇന്ന് വരെ എനിക്കൊരു നാരങ്ങളുള്ള കപ്പലിന്റെ മുട്ടായാലാണ്ട് എന്തെങ്കിലും മേടിച്ചു തന്നിട്ടില്ല. എന്തെങ്കിലും മേടിച്ചു തന്നിട്ടാ? ഇങ്ങോട്ട് നോക്ക്. ഇല്ല, കാണാ വലിയ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ കൊണ്ടുപോയി ഞാൻ തിന്നാൻ മേടിച്ചു തന്നിട്ടില്ലേ? കഴിഞ്ഞ ദിവസം കൊണ്ടുപോയില്ലേ ഒരു ഹോട്ടലിൽ? എന്നിട്ട് നീ എന്നെ അവിടെ വെച്ച് നാണം കെടുത്തി കളഞ്ഞില്ലേ? നീ ടിഷ്യൂ പേപ്പർ ഒക്കെ എടുത്ത് സാമ്പാറിൽ മുക്കി തന്നില്ലേ? അയ്യോ, ടിഷ്യൂ പേപ്പർ ഞാൻ വിചാരിച്ചു ലൂസ് പത്രിയായിരിക്കും. ഞാൻ ആ വണ്ടി കയറുന്ന നേരത്ത് അവസാനമായിട്ട് നിന്റെ കണ്ണിലേക്ക് ഒന്ന് നോക്കി. നീ എന്നോട് ഐ ലവ് യു പറയുമെന്ന് ഞാൻ കരുതി. എന്നിട്ട് നീ എന്താ പൊട്ടാ എന്നോട് ചോദിച്ചത്? വണ്ടിക്കൂലിക്ക് ഒരു 10 രൂപ തരാമോ? നീ എന്നെ വലിയ കുറ്റം പറഞ്ഞിട്ടുണ്ടല്ലോ. എടി, ചോക്ലേറ്റ് ഡേ അന്ന് നിനക്ക് ചോക്ലേറ്റ് വാങ്ങി തന്നില്ല. നീ എന്ത് അത് മാത്രം പറയാം. ഓ, അത് ശരിയാട്ടോ. അത് ഇവൻ എനിക്ക് മേടിച്ചു തന്നായിരുന്നു. ഇവനാ 2 വീട്ടിൽ കല്യാണത്തിൽ പോയിട്ട് കല്യാണ കാർഡിൽ കിട്ടിയ മുട്ടായും കൊണ്ട് വന്നേക്കണ്. അതും പകുതി തിന്നിട്ട്. നീ എന്തൊക്കെ പറയല? നിന്നെ പോലെ ഒരു മണ്ടനെ തലയിലെടുത്ത് വെച്ച് എന്നെ പറയാതെ എനിക്ക് വേണ്ട, എനിക്ക് മതിയായി, ഞാൻ പോണു. എന്താണ്? അല്ല, എന്റെ പൊന്നിന്റെ കാലിൽ നൊന്തോന്നറിയാൻ വേണ്ടി ഞാൻ അറിയാൻ വിളിച്ചതാ. എന്തൊരു കെയറിംഗ് ആണ് നിനക്ക്. നിന്നെ പൊന്നേന്നു വിളിച്ചൊരു നൂറുന്ന നീ അകന്നു പോയാൽ വൃഥായി ജന്മം. നിന്നെ പൊന്നേ
അയ്യേ ക്രിഞ്ച്. എനിക്കും തരും. എന്തോന്ന് മഞ്ച്. ഇരിക്കുന്നു മാറിയില്ല അങ്ങോട്ട്. മോളെ ഇത് പിടിക്കൂ. അയ്യോ അത് താലമല്ലേ? അല്ലടാ ഇത് പല്ലിയൊക്കെ ഉള്ള പേസ്റ്റും ബ്രഷും. പോടാ പുട്ടുകുറ്റി, നിനക്ക് എന്നാ അറിയണോടാ നിനക്ക്? മോളെ വേഗം വരൂ, നമുക്ക് മണ്ഡപത്തിലേക്ക് പോകാം. ബെഡ്റൂം എന്തോ അച്ഛൻ പറഞ്ഞത് നീ കേട്ടില്ലേ? കേട്ടു. എനിക്ക് പോകാൻ സമയായി, ഞാൻ പോട്ടേടാ. ഇതുവരെ എന്റെ സുതിക്കുട്ടിയുടെ ഇഷ്ടത്തിന് ഞാൻ എതിർന്നിട്ടില്ല. ഇപ്പോഴും നിനക്ക് പോണെന്നാണ് ഇഷ്ടമെങ്കിൽ പൊക്കോ, എങ്ങോട്ടാന്ന് വെച്ചാ പൊക്കോ. പോട്ടേടാ. എന്റെ അനുഗ്രഹം എപ്പോഴും നിനക്കുണ്ടാവും. പോട്ടെ, ടാറ്റാ. നിന്നെ പൊന്നേ എന്ന് വിളിച്ചുരുന്നോറുമ്മ നീ അകന്നു പോയാൽ വൃഥായി ജന്മം. നിന്നെ പൊന്നേ എന്ന് വിളിച്ചുരുന്നോറുമ്മ നീ അകന്നു പോയാൽ വൃഥായി ജന്മം. അച്ഛൻ ഒന്ന് പിടിച്ചേ പോരാ. ബെഡ്റൂം എനിക്കറിയായിരുന്നു എന്റെ സുതിക്കുട്ടിക്ക് എന്നെ ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ലെന്ന്. അപ്പോ അത്രക്ക് ഇഷ്ടായിരുന്നല്ലേ എന്നെ? ഈ കൈ ഇങ്ങനെ ന്നാ. ഈ മോതിരില്ലേ എന്റെ അമ്മൂമ്മ വായി വലിച്ചെടുന്നപ്പോഴേ ഞാൻ കൈ ഊരിയെടുത്തതാണ്. ഇതും കൂടി ഇട്ടല്ലേ അവർക്ക് കൊടുക്കാന്ന് പറഞ്ഞ സ്വർണ്ണം കറക്റ്റ് ആവുള്ളൂ. പോട്ടെ, അല്ലെങ്കിൽ ഞാൻ ചതിച്ചെന്നവര് പറയില്ലേ. പോട്ടെടാ അച്ഛൻ പോകാം. ശ്രുതി ഇനിയും വേണോ? വേണം. ശ്രുതി പ്ലീസ്. സ്വാമിനാഥ പരിപാലയ സുമാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.